ഹായ് ഗായ്സ്, ഇന്ന് ഒരു അനദർ വീഡിയോ, അതും ഒരു ദുഃഖകരമായ ന്യൂസിന് കേട്ടതിന് ശേഷം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ 20 വർഷത്തെ യാത്രയ്ക്കിടയിൽ 24 വർഷത്തെ നഴ്സിംഗ് യാത്രയ്ക്കിടയിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ ബുക്കുകൾ റെഫർ ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാനത് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നു. ഒരുപാട് വണ്ടർഫുൾ മെമ്മറീസ് ഞാനുമായിട്ട് എനിക്ക് പറയാനുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്റ്റുഡൻറ്റ് പീരീഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്കതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഒരു 5 years ബാക്ക് ഞാൻ ഇവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാനും ഒരു 10-12 വർഷമായിട്ട് ഡയബറ്റിക് യാത്രയിൽ ആണ്. ക്യാൻസറിനേക്കാളും വലിയൊരു കൊലയാളിയാണ് ഡയബറ്റിസ്. ഇതിനകത്ത് ക്യാൻസറിനേക്കാളും വലിയ കൊലയാളി എന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ ടൈമും നമ്മുടെ ഷുഗർ ഇങ്ങനെ രക്തത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളായിട്ട് നശിക്കപ്പെടുവാണ്. അപ്പോൾ ഇതിനകത്തൊരു വാക്കുണ്ട്, ലെഗസി എഫക്റ്റ്. ലെഗസി ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ ഷുഗർ വന്നു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 15 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുവർണ കാലഘട്ടമാണ്, പഞ്ചസാരയുടെ സുവർണ കാലഘട്ടം. അപ്പോൾ ഈ സുവർണ കാലഘട്ടത്തിൽ അധികം സങ്കീർണതകളൊന്നും അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഈവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് കാണിക്കത്തില്ല, നമ്മുടെ ഒരു അവയവത്തിനെയും ബാധിക്കത്തില്ല. 15 വർഷം, അതാണ് ഈ ലെഗസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു 15 വർഷം ഇതൊന്നും പുറത്ത് കാണിക്കത്തില്ല. ഈ 15 വർഷം നമ്മൾ വളരെ കൺട്രോൾഡായിട്ട് പോയി കഴിഞ്ഞാൽ ഈ സങ്കീർണതകൾ വരുന്നത് വീണ്ടും ഒരു 15 വർഷം കൂടെ നമുക്ക് നീട്ടി വെക്കാൻ പറ്റും. അതായത് 30 വയസ്സിൽ എനിക്ക് ഷുഗർ വന്നു, ഇപ്പോൾ എനിക്ക് 45 ഇപ്പോൾ ഈ ഷുഗറിൻ്റെ സങ്കീർണതകൾ എന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. ലൈക്ക് കിഡ്നി, അങ്ങനെ ഓരോ ഇതായിട്ടും നമുക്ക് ഡാമേജ് വരേണ്ടതാണ്. പക്ഷേ ഈ 15 വർഷത്തിൽ ഒരു 4 വർഷം ഡ്യൂ ടു സം ജോബ് സ്ട്രെസ്സ് ഞാൻ കുറച്ച് കൺട്രോൾഡ് അല്ലായിരുന്നെങ്കിൽ ബാക്കി സമയങ്ങളിലെല്ലാം ഇച്ചിരി കൺട്രോൾഡായി പോയതുകൊണ്ട് ഈ 15ാമത്തെ, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു, ആ വർഷം ഞാൻ അധികം സങ്കീർണതകൾ എനിക്ക് വന്നില്ല. അപ്പോൾ ഈ 15 വർഷം നമ്മൾ സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുത്തൊരു 15 വർഷം കൂടെ നമുക്ക് കിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ഈ പ്രതിഭാസത്തിനെയാണ്, ഈ നിശബ്ദ കാലഘട്ടത്തിനെ, ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ ലെഗസി ഇഫക്റ്റ് എന്ന്, ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ലെഗസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ ശരിയായ രീതിയിൽ മരുന്ന് കഴിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് 2 കാര്യങ്ങൾ ചോദിക്കുക. ഒന്ന്, ഈ ഷുഗർ വരുമ്പോൾ കഴിക്കേണ്ട കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സുകളുണ്ട് ഷുഗർ പേഷ്യൻസ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, നമ്മുടെ ഹാർട്ടിനെയും കിഡ്നിയെയും ബാധിക്കാത്ത ഗുളികകളുണ്ട്. നമ്മൾ ചില മരുന്നുകൾ കഴിക്കാത്ത മനുഷ്യരെ എനിക്കറിയാം, പേടിച്ചിട്ട്. പക്ഷേ നമ്മുടെ ഓരോ കോശവും നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് ആദ്യത്തെ 15 വർഷം നമ്മളിൽ ഈ ഷുഗറിൻ്റെ സങ്കീർണതകൾ പുറത്ത് കാണിക്കില്ല. ഈ സൈലൻ്റായിട്ട് അകത്തിരുന്നിട്ട് 15ാമത്തെ വർഷം, അപ്പം നിങ്ങൾക്കിപ്പോൾ 45 വയസ്സായെങ്കിൽ അടുത്ത 15 വർഷം കഴിയുമ്പോൾ 40 വയസ്സിൽ നിങ്ങൾക്ക് ഷുഗർ വന്നു, 35 വയസ്സിൽ ഷുഗർ വന്നു. അപ്പോൾ 15 ആകുമ്പോൾ 35, 5, 40, 10, 50ാമത്തെ വയസ്സിൽ അതിൻ്റെ സങ്കീർണത എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത്. അതായത് കിഡ്നിയെ അഫക്റ്റ് ചെയ്യും, ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ഈ ലെഗസി ഇഫക്റ്റ് എന്ന് പറയുന്ന ആ പ്രതിഭാസം 5 തൊട്ട് 15 വർഷം വരെ, ആ സമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കണം. പിന്നെ വ്യായാമം, മരുന്ന് കഴിച്ചിട്ടും ഭക്ഷണം നിയന്ത്രിച്ചിട്ടും ഒന്നും കാര്യമില്ല. വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളിങ്ങനെ ഉണങ്ങുമ്പോൾ, നമ്മളിങ്ങനെ ക്ഷീണിക്കുമ്പോൾ അത് വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഇല്ല. മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക. പിന്നെ സമയാസമയങ്ങളിൽ ഡോക്ടറെ കണ്ടിട്ട് ഇയർലി വൺസ് ഇൻ 6 months, ഒരു 6 മാസത്തിലൊരിക്കലും ചെയ്യേണ്ട ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാം.
അപ്പോൾ ഈ അല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ചിലർ ഇഷ്ടം പോലെ ചപ്പാത്തി കഴിക്കുന്നുണ്ട്. 1945 ശേഷമാണ് ചപ്പാത്തി കേരളത്തിൽ വന്നത്. അതുതൊട്ട് ഡയബറ്റീസ് തുടങ്ങി. ചപ്പാത്തിയും ചോറും ബോത്ത് ആർ ഈക്വൽ. അതൊക്കെ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോട് കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഓരോ കോശവും നശിച്ചുകൊണ്ടിരിക്കും. ആ സുവർണകാല പീരീഡിൽ നമ്മളിത് എന്തോ ചെയ്യണം, നമ്മളിത് സൂക്ഷിക്കണം. ഇത് വ്യക്തമാക്കുന്നതിന് 2 വിഭാഗം ആളുകളിലേക്ക് ഞാൻ ചുമ്മാ പറയുന്നതാണോ? അപ്പോൾ ഇതിന് ഒരു സ്റ്റഡി നടത്തി. ഇതിൽ ഈ ലെഗസി പീരീഡിൽ ആദ്യത്തെ 15 വർഷത്തിൽ നന്നായിട്ട് കൺട്രോൾഡ് ആയിപ്പോയ ആളുകളെയും അതിനുശേഷം ഒരു കൺട്രോൾ ഇല്ലാത്ത ആളുകളെയും തമ്മിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ നല്ല കൺട്രോൾഡിൽ പോയ ആൾക്കാരിൽ ഈ സങ്കീർണതകൾ, ലോകത്ത് ഈ കിഡ്നി അസുഖങ്ങൾ, ഓരോ ഷുഗർ കാല് മുറിക്കും, കിഡ്നി ഫെയിലർ വരും, ഇതൊന്നും ഈ സങ്കീർണതകൾ പ്രത്യക്ഷമല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ കൺട്രോൾഡായി പോയ ആൾക്കാരിലില്ല. പക്ഷേ ഈ ആദ്യത്തെ 15 വർഷം ജിലേബി ലഡു ഒക്കെ കഴിച്ച് അതിന് 2 ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞവരിൽ അതിനുശേഷം 2 ഗുളിക കഴിച്ചു, പായസം കുടിച്ചു, അതിനുശേഷം 2 ഗുളിക കഴിച്ചു, ഇങ്ങനെയൊക്കെ കഴിച്ചുമല്ലോ. പിന്നെ ഷുഗറോ അതൊരു ലൈക്ക് ഒരു എന്താ പറയുന്ന ഒരു സ്റ്റൈലായിട്ട് എനിക്ക് BP ഉണ്ട് ഷുഗറും ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ വേറൊരു കാര്യം, ഈ ഷുഗറിൻ്റെ പിന്നാലെ വരുന്ന വില്ലന്മാരാണ് ഈ BP സ്ട്രോക്കും ഒക്കെ. ക്യാൻസറിനേക്കാൾ ഭീകരമാണിവൻ. അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റഡി നടത്തിയപ്പോൾ ഈ ലെഗസി ആദ്യത്തെ 15 വർഷത്തിനുള്ളിൽ നല്ലവണ്ണം ചികിത്സിച്ച് മുന്നോട്ട് പോയവരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പ്രമേഹം ക്യാൻസറിനേക്കാൾ ഭീകരമായ ഒരു അസുഖമാണ്. അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം വരെ സമാധാനത്തോട് കഴിയും. ഞാനൊരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം. ഞാൻ നെയ്യാറ്റിൻകരയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു തങ്കരാജ് സാറുണ്ടായിരുന്നു. സാറ് ഇച്ചിരി ഏജ്ഡാണ്, 74. ഞാൻ ഇടവേള സമയങ്ങളിൽ സാറുമായിട്ടും എക്സ്ക്യൂസ് മീ ടീ ടൈം അപ്പോൾ ഈ ഇടവേള സമയങ്ങളിൽ ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഈ ഷുഗറിൻ്റെ 18 വയസ്സിലെങ്ങാണ്ട് സാറിന് ഷുഗർ വന്നതാണ്. ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ 72. അത് കഴിഞ്ഞ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് സാറിന് പ്രശ്നങ്ങൾ വരുന്നത്. ആ 72 വയസ്സ് വരെയും സങ്കീർണതകളില്ലായിരുന്നു. ഡോക്ടർ ജി സാറ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു, വ്യായാമം ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഡയറ്റ് കൺട്രോൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വളരെ സങ്കീർണതകളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാം. പിന്നെ വേറൊരു അമ്മയെ ഞാൻ കണ്ടത് 65 വയസ്സ്, 500 വരെ ഒരിക്കൽ പോയി ഷുഗർ. 500 വരെ പോയ ഭയങ്കര പ്രശ്നങ്ങൾ വരാം. പക്ഷേ ആ അമ്മ ഇപ്പോൾ ഇൻസുലിൻ പോലും എടുക്കുന്നില്ല. അപ്പോൾ റിവേഴ്സൽ പോസിബിളാണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ. ഒരു ഡോക്ടറുടെ സഹായത്തോടെ, ഒരു ഹെൽത്ത് കെയർ പേഴ്സൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും ഈ സങ്കീർണതകളിലേക്ക്. എത്രയോ കാലുകൾ ഓരോ സെക്കൻഡിലും മുറിക്കപ്പെടുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെഗസി ഇഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഷുഗർ ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറവായിരിക്കും, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അത് ആഘോഷിക്കുമ്പോഴത്തേക്ക് വീണ്ടും കൂടും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇത് കൺട്രോൾഡായിട്ട് ഈ ആദ്യത്തെ 15 വർഷം കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ പുള്ളിയുടെ അടുത്ത് എനിക്ക് ചായ തരുമോ ഒരു സ്ഥലത്ത് തന്നപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ചായ പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ചായ കുടിക്കുന്നത്? കാല് മുറിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും? ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനി വേറൊരു പ്രതിഭാസം കണ്ടത്, യൂട്രസ് എടുത്ത് കളയാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പൊയ്ക്കോട്ടെ ശനി എന്ന് പറയുന്നവരും കേട്ടിട്ടുണ്ട്. ഈ യൂട്രസ് ഉള്ളവരിൽ ഹാർട്ട് അറ്റാക്ക് വരത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്?
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റിയൊരു ഡിസ്കഷൻ ആവും. ഓക്കെ, ബൈ.